രുചികരമായ ഒരു നെയ്യപ്പം ഉണ്ടാക്കാം ചായക്കടിക്ക് വേണ്ടി. അതിനുവേണ്ടി 1 കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു 2 അണി ശർക്കര ഇതുപോലെ ഉരുക്കിയെടുത്തതിന് ശേഷം ഇളം ചൂടോടുകൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ ഇത് അല്പം ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. അല്പം ഇളം ചൂട് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത മിശ്രിതത്തിലേക്ക് പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. ഏലക്ക പൊടിച്ചതും ഒരു 1/4 ടീസ്പൂൺ സോഡ പൗഡർ, ബേക്കിംഗ് സോഡയാണ്. ഒരു പിഞ്ച് മതിയാവും, 1/4 ടീസ്പൂണിൽ താഴെ മതിയാവും. പിന്നെ 1 സ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് 5 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അല്പം ടൈറ്റാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു അല്പം കൂടി ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് അല്പം കൂടെ ലൂസാക്കി എടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. 1-2 സ്പൂൺ ഒഴിച്ച് കൊടുത്ത് കണക്കിന് ലൂസാക്കി എടുക്കുക. ഇനി നമുക്കൊരു പാനിലേക്ക് ഇതുപോലെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും ഒരു തവി മാവ് ഒഴിച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 2 വശവും നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നതുവരെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ രുചികരമായ നെയ്യപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് ടപ്പേന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെയ്യപ്പമൊക്കെ ഇഷ്ടമില്ലാത്തവരായാലും തന്നെ കാണത്തില്ലല്ലേ. അപ്പോൾ കട്ട ചായയൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.